അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹു സന്തോഷം തരട്ടെ. നമ്മൾ 3-ാം ക്ലാസ്സിലെ ദുറൂസ് ഒന്നാമത്തെ ഭാഗത്തിലെ 17-ാമത്തെ പാഠം, അതിൻ്റെ തദ്രീബാത്ത്. എന്താണ് പാഠം? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമിയെ കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ. സാധാ വിറക്കല്ല, ഭൂമിക്കൊരു വിറക്ക. സിൽസാലഹ, ഭൂമിക്കുള്ള ആ വിറക്കലാണ്, വിറപ്പിക്കപ്പെട്ടാൽ. ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞതാണല്ലേ അത്? അതെ. തദ്രീബാത്തിലേക്ക് നമ്മൾ പോവാണ്. എന്താ തദ്രീബാത്തിൽ പറയുന്നത്? നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഡാഷിൽ ഓതുമ്പോൾ എല്ലാം നശിക്കും. സൂറിൽ അല്ലേ? ആ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഏൽപ്പിച്ചു കൊടുത്തൊരു ആളാണിത്, സൂർ. അതിൽ ഓതുമ്പോൾ. 2, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഡാഷ് ഓതുമ്പോൾ മരിച്ചവരെല്ലാം ഹയാത്താകും. ആ ഡാഷ് വീണ്ടും. 3, അന്ത്യനാളിൽ എല്ലാവരും ഡാഷിൽ ഒരുമിച്ചുകൂടും, മഹ്ശറിൽ. 4, നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ സജ്ജനങ്ങൾക്ക് ഡാഷ് കയ്യിൽ നൽകും, വലത് കയ്യിൽ. 5, നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ ഡാഷ് ഇടത് കയ്യിൽ നൽകും, ദുർജനങ്ങൾക്ക്. 6, നന്മകളും തിന്മകളും ഡാഷിൽ തൂക്കും, മീസാനിൽ. മീസാൻ പറഞ്ഞാൽ തൂക്കാൻ അള്ളാഹു തആല നിശ്ചയിച്ച ഒരു ഗ്ലാസ്. എൻ്റെ ഹൈഅത്ത് രൂപ അള്ളാഹ്ക്ക് മാത്രം അറിയും. 7, നന്മ മുൻതൂക്കമുള്ളവർ ഡാഷിൽ പ്രവേശിക്കും, ഒരു നൂൻ വയ്ക്കുക, മുൻതൂക്കം, സ്വർഗത്തിൽ. 8, തിന്മ മുൻതൂക്കമുള്ളവർ സിറാത്തിൽ നിന്ന് ഡാഷിൽ വീഴും, നരകത്തിൽ വീഴും. അള്ളാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇനി സന്ദർഭം വ്യക്താക്കാനാണ്. എപ്പോഴാണ് ഉണ്ടായത്? ഈ പറയാൻ പോണ കാര്യം എപ്പോഴാണ് ഉണ്ടായത്? അന്ന് അദ്ദേഹത്തിന് തീരെ ഉറക്കം വന്നില്ല. ഈ വാക്ക് എപ്പോഴാണ്? ഈ വാക്ക് എന്താ സംഭവം? അന്ന് അദ്ദേഹത്തിന് തീരെ ഉറക്കം വന്നില്ല. ഏതാണ് സന്ദർഭം? ഈ വാക്കിൻ്റെ സന്ദർഭം എന്താണ്? ഇശാ നിസ്കാരത്തിലെ ഇമാമ് ഓതിയ സൂറത്തു സൽസലയിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം, അഥവാ അബൂ ഹനീഫ ഇമാമ്. ഓരോ ചെറിയ നന്മയും തിന്മയും പ്രതിഫലമായി കാണുന്ന ലോകാവസാനം ദിനത്തെക്കുറിച്ച് ഖുർആൻ ആയത്തുകളെ കുറിച്ചും ഓർത്ത് കരഞ്ഞത് കൊണ്ടാണ് ഉറക്കം വരാഞ്ഞത്. അബൂ ഹനീഫ ഇമാമിന് അന്ന് ഉറക്കം വന്നില്ല. നിസ്കാരത്തിൽ ഇമാമ് സൂറത്തു സൽസൽ ഓതിയത് കേട്ടപ്പോൾ അതിനെപ്പറ്റി ഇങ്ങോട്ട് ആലോചിച്ചു. ഖിയാമത്ത് നാളിനെ പറ്റിയും അവിടുത്തെ അവസ്ഥകളൊക്കെ പറ്റി ആൾക്കറിയാൻ തുടങ്ങി. പിന്നെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇനി 2, നുക്മിലുൽ ഖബല, ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. അന്ത്യനാളിൽ നടക്കുന്ന സംഭവങ്ങളുടെ ക്രമമാണ് ഈ ചാർട്ടിൽ പൂരിപ്പിക്കേണ്ടത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത് സൂറിൽ ഊതിയത് മുതൽക്ക് സ്വർഗപ്രവേശനം വരെയുള്ള കാര്യം ക്രമത്തിൽ ഇങ്ങനെ പറയാം. ആ ചാർട്ട് നിങ്ങൾ കയറ്റിക്കോളി. 1 എന്നുള്ള 1 കയറ്റിയാൽ മതി. അതിലുണ്ട് 9 അതിലുണ്ട്, ബാക്കിയുള്ളതാണ് വേണ്ടത്. 2, ഭൂമിയിലുള്ളതെല്ലാം നശിക്കും.
ആളെ ഊതുന്നില്ല കേട്ടോ. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും ഊതുന്നുള്ളത് ഫൗളായിട്ട് വന്നതാണ്. പിന്നെ 3, ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും സൂറിൽ ഓതും. 4, മരിച്ചവരെല്ലാം ഹയാത്താകും. 5, എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ചു കൂടും. 6, നന്മ തിന്മകളുടെ കിതാബുകൾ നൽകും. 7, നന്മകളും തിന്മകളും മീസാനിൽ തൂക്കും. 8, സിറാത്ത് പാലം കടക്കും. 9, സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെ ഓരോ ചാർട്ട് ഇങ്ങനെ പൂർത്തിയാക്കട്ടോ. 9 കഴിഞ്ഞല്ലോ, അത് പുസ്തകത്തിലുള്ളതാ അല്ലേ. ഇനുൻഷി ഉൽ ജുമല, വാക്യത്തിൽ പ്രയോഗിക്കാം. ചില വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. ആ വാക്കുകളെല്ലാം ഒരു സെൻറ്റൻസിൽ പ്രവേശിച്ചു കൊണ്ട് പറയണം. കൊഴിഞ്ഞു വീയും അന്ത്യനാളിൽ നക്ഷത്രങ്ങളെല്ലാം കൊഴിഞ്ഞു വീയും. കിടുകിട, ലോകാവസാന സമയത്തു ഭൂമി കിടുകിട വിറക്കും. പിന്നെ നന്മ തിന്മകൾ, മനുഷ്യരുടെ നന്മകൾ മീസാനിൽ തൂക്കും. പിന്നെ വിചാരണ എന്ന പദം, ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല വിചാരണ ചെയ്യും. പിന്നെ പൊടിപടലങ്ങൾ, അന്ത്യനാളിൽ വലിയ പർവ്വതങ്ങൾ വരെ തകർന്ന് പൊടി പടലങ്ങളായി മാറും. നഖറഉ വനക്തുബു, വായിക്കാം എഴുതാം. ഇത് ഞാനിവിടെ എഴുതിയെന്താ വെച്ചാൽ, എനിക്കിപ്പോൾ കമ്പ്യൂട്ടറിലാണ്, എനിക്കിപ്പോൾ എഴുത്ത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളങ്ങനല്ല, നിങ്ങൾ അക്ഷരം ഉഷാറാകണം. നല്ല ഹാൻഡ് റൈറ്റിങ്ങുമാണ്, ഇതിനാണ് എല്ലാവരും എഴുതണം കേട്ടോ. ഇവിടെ വായിച്ച് അതേപോലെ അവിടെ എഴുതണം. ഒന്ന് വായിക്കുക പിന്നെ എഴുതുക. ഇഷാ അവിടെ എഴുതുക. സൂറത്തു സൽസല അവിടെ എഴുതുക. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ എഴുതുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം, യൗമുൽ ഖിയാമ, അൽ യൗമുൽ ആഖിർ, സൂർ അവിടെ എഴുതുക. മീസാൻ, സിറാത്ത്, അൽ ജന്ന, അന്നാർ, തൗഫീഖ്. വായിച്ച് മനസ്സിലാക്കാനാണ്. താരങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, സിറാത്ത് പറഞ്ഞാൽ നരകത്തിൻ്റെ മുകളിലെ പാലം, തൗഫീഖ് അള്ളാഹു നന്മയിലേക്ക് വഴി നടത്തൽ, മീസാൻ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ്, സാഗരം കടൽ, മഹ്ശർ അന്ത്യനാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ടവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആരൊക്കെയോ ഖബറിലുണ്ട്, ഉപ്പമാരായി, ഉമ്മമാരായി, ബന്ധുമിത്രാദികളായി, കൂട്ടുകാരായി, അവരെ ഖബറിലേക്ക് ഇതിൻ്റെ മിസിൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. ഖബറിലെ പ്രയാസങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.